നമസ്കാരം. ഭാവനാസ് ഫുഡേബിളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു റൈസിൻ്റെ വെറൈറ്റിയുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പ് വന്നിരിക്കുന്നത്. അതിനുവേണ്ടി ഒരു പാൻ ഞാൻ അടുപ്പിൽ വെച്ച് ചൂടാക്കുന്നു. അതിനകത്തേക്ക് ഗാർലിക് 1 ടേബിൾ സ്പൂൺ ഗാർലിക് ചതച്ചതിട്ട് കൊടുത്ത് നന്നായിട്ട് സോട്ട് ചെയ്യുക. പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ക്യാപ്സിക്കവും കൂടി ഇട്ടിട്ട്, ഇത് രണ്ടുമാണ് മെയിനായിട്ടുള്ള നമ്മുടെ വെജിറ്റബിൾ ഇൻഗ്രീഡിയൻസ് ആയിട്ട് വരുന്നത്. അത് രണ്ടും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഉപ്പിട്ടിട്ട് നമുക്ക് മൂപ്പിച്ചെടുക്കാം. ക്യാപ്സിക്കത്തിന് അധികം വേവൊന്നുമില്ല കേട്ടോ, വളരെ കുറച്ച് സമയം മതി. ഉപ്പിട്ടിട്ടാണ് മൂപ്പിച്ചെടുക്കേണ്ടത്. ഇതേ പാനിലേക്ക് തന്നെ നമുക്കൊരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. എന്നിട്ട് നന്നായിട്ട് ചിക്കി വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ക്യാപ്സിക്കം എല്ലാം സൈഡിലോട്ട് മാറ്റി സെൻട്രലായിട്ട് ഒരു എഗ്ഗ് മതിയാവും പൊട്ടിച്ച് ഒഴിച്ചിട്ട് നമുക്ക് ചിക്കി വറുത്തെടുക്കാം. അതിന് ഫ്ലേവേർഡ് ആവശ്യമായിട്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ ബസ്മതി റൈസാണ് വേണ്ടിയത്. ബസ്മതി റൈസ് ഞാൻ ഓൾറെഡി വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഉപ്പിട്ടിട്ട് വേവിച്ചെടുത്ത് വെച്ചതാണ്. ഒരുപാട് വെന്ത് കുഴഞ്ഞു പോകരുത് കേട്ടോ. ബസ്മതി റൈസ് കുറച്ച് വിട്ട് നിൽക്കുന്നതായിരിക്കും റൈസ് കാണാനും പ്രസൻറ്റ് ചെയ്യാനൊക്കെ നല്ലത്. അപ്പം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഒരു വലിയ കപ്പ് ബസ്മതി റൈസും കൂടെ ഈ പാനിലേക്കിട്ട് കുരുമുളക് പൊടി 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. ഇത് 1 ടേബിൾ സ്പൂൺ ഈച്ച് വിനീഗറും സോയാ സോസുമാണ്. അതാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. പിന്നെ ടൊമാറ്റോ സോസും. ഈ സോസുകളൊക്കെയാണ് ഈ റൈസിലേക്ക് പ്രത്യേക ഫ്ലേവർ കൊണ്ടുവരുന്നത്. ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. പ്രത്യേക രുചിയാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാമല്ലോ. അപ്പോൾ എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കണം. നന്നായിട്ട് ഈ പച്ചമണം മാറുന്നവരെയും ഹൈ ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കുക. ഞാനിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ, എന്തെങ്കിലും കുറവുണ്ടോയെന്ന്. കുറച്ച് എരിവ് കുറവാണ്. അപ്പോൾ ഞാൻ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് മൂപ്പിച്ചെടുക്കുകയാണ്. കുഴഞ്ഞു പോകാതെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് അരി സോട്ട് ചെയ്തെടുക്കണം. നോക്കൂ, നമ്മുടെ ഫ്ലേവേർഡ് റൈസ് ഇവിടെ റെഡിയാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഫ്ലേവേർഡ് റൈസ്. അപ്പോൾ ഇതൊരു ലഞ്ച് ബോക്സ് ഐഡിയ ആയിട്ട് കുഞ്ഞുങ്ങൾക്ക് വെറൈറ്റി ടേസ്റ്റൊക്കെ വേണമെന്നവർ പറയുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ എന്തായാലും ഇത് സെർവിങ് ബൗളിലേക്ക് മാറ്റുവാണ്. അപ്പം വേറെ കുറേ റൈസ് റെസിപ്പീസ് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇനിയും ഓരോരോ റെസിപ്പി ആയിട്ട് ഞാൻ വരും. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും തന്നെ ഇഷ്ടം. എസ്പെഷ്യലി കുഞ്ഞുങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്ത് കൊടുക്കാവുന്ന ഒരു വെറൈറ്റി ഡിഷാണിത്. അപ്പം എൻ്റെ ചാനൽ അനേക വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതേപോലെ അനേകർക്ക് ഷെയർ ചെയ്യുക, കമൻസൊക്കെ ഇടുക. നല്ലൊരു വിഭവമായിട്ട് നമുക്കിനിയും കാണാം. Thank you.